ഗായ്സ്, നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നേ? ക്രിസ്മസ് മാർക്കറ്റ്. സോ ദിസ് ഇസ് നിരഞ്ജന. അല്ല, കൈസറുള്ളവർക്കൊക്കെ നല്ലോണം അറിയായിരിക്കും. ഞാൻ അത്ര ഫേമസ് അല്ല ഗൈസ്. ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ തന്നെ. ഹലോ എവ്രിവൺ, ലെറ്റ്സ് എക്സ്പ്ലോർ ജർമ്മനീസ് ക്രിസ്മസ് മാർക്കറ്റ് ടുഡേ. ഇത് വൂസ്ബർഗിലെ ക്രിസ്മസ് മാർക്കറ്റാണ്. സോ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ജർമ്മനിയിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ് ഇതുപോലത്തെ ക്രിസ്മസ് മാർക്കറ്റ്. ഇന്ത്യയിലൊക്കെ നമുക്ക് മാർക്കറ്റ് ഉണ്ട് ഫോർ സെല്ലിങ് ദിസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ. പക്ഷേ ഇവിടെ ജർമ്മനിയിൽ ഇവർ കുറേ ഷോപ്സ്, പിന്നെ കുറേ ലൈക്ക് നമ്മൾ ഈ പെരുന്നാളിലൊക്കെ ലൈക്ക് അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ ഈ ജൈൻ വീൽസ് അതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ടാവാറുണ്ടല്ലോ. അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവരിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറേ നമുക്ക് വിൻ്റർ ക്ലോത്ത്സ്, പിന്നെ വൈനുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ ഇവരുടെ തന്നെ കുറേ ഇപ്പം ഓരോ സിറ്റിയിലും അതിൻ്റേതായ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ വൂസ്ബർഗിൽ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ്, അപ്പോൾ വേറെ ജർമ്മനിയിലെ വേറെ സ്ഥലങ്ങളിൽ അത്ര സ്പെഷ്യൽ ഐറ്റംസ്. മെയിനായിട്ടും ഈ വൈനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറേ ഇപ്പം മീറ്റിൻ്റെ ഒക്കെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ വന്ന് കഴിച്ച് സംസാരിച്ച് അങ്ങനെ പോണ ഒരു സെറ്റപ്പാണ് ഇവരോട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവർ ലൈക്ക് ഈ ഡെക്കറേഷന് വേണ്ടി എന്തോരം ഐഡിയാസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാന്തേനെ കണ്ടില്ലേ, ലൈക്ക് അതൊരു ഷോപ്പിൻ്റെ ഓപ്പണിംഗ് ആണ്. സോ ഈ ലൈറ്റ്സൊക്കെ വെച്ച് മീൻസ് ഇതുപോലത്തെ കോണിഫറസ് ട്രീസിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് കാണാൻ. കാരണം ഇത് കണ്ടോ, ഇത് നമ്മൾ പള്ളിപ്പെരുന്നാളിൽ ഇങ്ങനെ പോയതുപോലെ ഇല്ലേ, എന്തോരം ക്യൂട്ട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഓരോ സാധനം കാണുമ്പോഴും മേടിക്കാനൊക്കെ തോന്നും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് നോക്കുമ്പം നല്ല പൈസയാണ്. പിന്നെ എന്തോരം ആൾക്കാരാണ്. ഇത് ഞാനൊരു വീക്കെൻഡിലാണ് പോയത്, അതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു നോർമൽ ഡേയ്സും ഇതുപോലെ ആൾക്കാരുണ്ടാവും തോന്നുന്നു. ലൈക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ മീൻസ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ ലൈക്ക് ദർ വിൽ ബി ഒക്ടോബർ ഫെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഇതുപോലെ ക്രിസ്മസ് മാർക്കറ്റ് അതുപോലെ ഉണ്ടാവും. അപ്പം ഈ ടൈമിൽ മാക്സിമം അവരുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ആൾക്കാരെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു മ്യൂസിക്കൽ എന്തോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് നേരം കേട്ടു, എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇവിടെ വൂസ്ബർഗിൽ ദിസ് ക്രിസ്മസ് മാർക്കറ്റ് സ്റ്റാർട്ടഡ് അറൗണ്ട് നവംബർ 28 ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ക്രിസ്മസ് തലേദിവസം, അതായത് 23rd വരെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ക്രിസ്മസ് മാർക്കറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് ഈ ഡെക്കറേഷൻസൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ ഒക്കെ പോകുമ്പോൾ രസമുണ്ട് മൊത്തത്തിൽ. പിന്നെ ഇവിടെയൊക്കെ നടക്കാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ടും പിന്നെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ ഭയങ്കര രസമാണ്. ഈ ക്രിസ്മസ് ട്രീ കണ്ടോ. പിന്നെ ഇവിടെ കുറേ സോക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വിലയൊന്നും ഞാൻ നോക്കിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഓരോ സ്ട്രീറ്റ്സിലും ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ വെച്ച്, അപ്പോൾ ഈ രാത്രിയാവുമ്പോൾ എൻ്റെ സിറ്റി കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഈ ഹോഴ്സ് കണ്ടോ, ഈ ഹോഴ്സ് ആണെങ്കിൽ ക്രിസ്മസ് പാപ്പേനെയും കൊണ്ട് പോകും. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ സാൻഡ പോണ കണ്ടോ. ഇങ്ങനെ ഈ സാൻഡ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിറ്റി ഫുള്ളും ഈ ഹോഴ്സ് ഈ സാൻഡേനെയും കൊണ്ട് പോകും. ഞാനാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ പുറകെ എടുക്കണ്ടോ. ഇത് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ കിട്ടാനായിട്ട് നിരഞ്ജനയുടെ ഓട്ടം കണ്ടില്ലേ, അവളുടെ ആ ഡെഡിക്കേഷൻ. ഞാനും ഡാറ്റ കൊടുത്തു. പിന്നെ കണ്ടോ, ഇതും ഫുള്ള് സിറ്റിയാണ്, ഫുള്ള് ഡെക്കറേഷനാണ്, ഫുള്ള് ലൈറ്റിങ്. ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാൻ അതുകൊണ്ട് രസമായി. ഇത് ശരിക്കും രാത്രിയൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 5 മണി 5:30 സമയമാണിത്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഇരുട്ടാവൂല വേഗം. പിന്നെ കണ്ട ആ ക്രെയിനിൻ്റെ മേളിൽ വരെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്.
നൈസ്. പിന്നെ അത് കണ്ടോ ആൾക്കാർ ഇവിടെ കണ്ടോ ഈ മാലാഖയുടെ ചിറക് പോലെ വെച്ചേക്കുന്ന ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഞാനും എടുത്തൊരു ഫോട്ടോ. ഇനി ഞങ്ങൾ ജൈൻറ്റ് വീലും പിന്നെ വേറെന്തോ ഒരു സാധനം കൂടും ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം, അതും കൂടുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത് ഈ കറങ്ങുന്ന സാധനം കണ്ടോ. അതിൽ ലൈക്ക് ഈശോയും മാതാവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ പയ്യെ കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്താണ് മറ്റേ ചെറിയൊരു ജൈൻറ്റ് വീലുള്ളത്. കണ്ടോ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒട്ടുമിക്ക എല്ലാ ജർമ്മനിയിലെ മാർക്കറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കുറേ പേര് സ്റ്റോറി ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജൈൻറ്റ് വീലിൽ അങ്ങോട്ട് പോകാം. അതിൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്, പക്ഷേ ഇതൊരു ചെറിയ ജൈൻറ്റ് വീലായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇന്നത്തെ വീഡിയോ ഈ ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ടിൽ ദെൻ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.